അങ്ങനെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സംഘം ചൂക്കിയാണെങ്കിൽ നാണം കൊണ്ടൊക്കെ ഇങ്ങനെ നടക്കുന്നതും അങ്ങോട്ട് വരുന്ന കിജുവിനാണെങ്കിൽ എന്താ സംഭവിച്ചേ, നിങ്ങളുടെ മുഖത്ത് എന്തോ ഒരു പന്തികേടുണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലീഹയാണെങ്കിലോ ഇത് സ്റ്റാർ എന്റർടൈൻമെന്റ് പരിപാടിയല്ലേ, അപ്പൊ എന്താ സംഘ് ഇവിടെ എന്ന് ചോദിക്കുന്നതും ചൂക്കിയാണെങ്കിൽ താൻ എന്താ ഇവിടെ എന്നാണ് ഇവളോട് തിരിച്ച് ചോദിക്കുന്നത്. സംഘ് ആണെങ്കിൽ കിജുൻ വിളിച്ചിട്ട് വന്നതായിരിക്കും എന്ന് പറയുമ്പോൾ ഞാനൊന്നും വിളിച്ചിട്ടില്ല, അല്ലെങ്കിൽ തന്നെ ഇവിടുത്തെ സെക്യൂരിറ്റി അത്ര സ്ട്രോങ് അല്ല, അതുകൊണ്ട് ഇങ്ങനെ കണ്ണി കണ്ട ആളുകളൊക്കെ കയറി വരുന്നതെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ലീഹയാണെങ്കിൽ നീ ഫോൺ എടുക്കാത്തത് കൊണ്ടല്ലേ ഞാൻ വന്നേന്ന് അവിടെ ചോദിക്കുന്നതും ഇത് കേൾക്കുന്ന സംഘാണെങ്കിൽ കണ്ടോ അവൾ നിനക്ക് വേണ്ടിയിട്ടാ വന്നേന്ന് അവിടെ പറയുന്നതും ലീഹയാണെങ്കിൽ ജൂക്കിയെ നോക്കി എന്താ നിനക്ക് മാനേഴ്സ് ഒന്നും ഇല്ലേ, റെസ്പെക്റ്റോട് കൂടി എന്നെ ഗ്രീറ്റ് ചെയ്യണമെന്നൊന്നും അറിയില്ലെന്ന് ചോദിക്കുമ്പോൾ ഇവൾ അതൊക്കെ ചെയ്യുന്നുണ്ട്. ലീഹയാണെങ്കിൽ ജൂക്കിയെ അവിടെ നിന്നും കൊണ്ടുപോകുന്നതും സംഘാണെങ്കിൽ എല്ലാവരോടും പാക്കപ്പ് ചെയ്യണം, 30 മിനിറ്റിനുള്ളിൽ ഇവിടെ നിന്ന് ഇറങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട്. ലീഹയാണെങ്കിൽ ഞാൻ സംഘിനെ വിട്ടുകളഞ്ഞു എന്ന് വിചാരിക്കേണ്ട, നീ വിജയിച്ചിട്ടൊന്നുമില്ല എന്നൊക്കെ പറയുന്നതും അല്ല എന്താ നിന്റെ പ്രശ്നം, എപ്പോഴും ഇങ്ങനെ തല്ലുകൂടണമെന്നുണ്ടോ എന്ന് ജൂക്കി അവിടെ ചോദിക്കുന്നുണ്ട്. അതുപോലെ നിനക്കില്ലാത്തതിനെ പറ്റിയിട്ട് ആലോചിച്ച് ഒരുപാട് വിഷമിക്കാതെ നിനക്ക് എന്താണ് ഉള്ളത് അത് ആലോചിച്ച് അതിന് താങ്ക്സ് പറയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഇവൾ അവിടെ നിന്നും പോകുന്ന ടൈമിൽ അല്ല കിജുവിനായിട്ട് നിനക്ക് എന്താ റിലേഷൻഷിപ്പ് എന്ന് ലീഹ അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജോക്കിയാണെങ്കിലോ തൽക്കാലം എനിക്ക് ഒരു റിലേഷൻഷിപ്പും ഇല്ല, അതാലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട എന്ന് പറഞ്ഞ് ഇവൾ അവിടെ നിന്നും പോകുമ്പോൾ ഇവൾ അത്ര വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു എന്ന് ലീഹ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതേ ടൈമിൽ സംഘാണെങ്കിൽ ഇത്രയും ദൂരം വരണം എന്നുണ്ടെങ്കിൽ ലീഹയ്ക്ക് നിന്നോട് എന്തായാലും എന്തോ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, നിനക്കും അങ്ങനെ ഇല്ലെന്ന് ചോദിക്കുമ്പോൾ പിന്നെ എനിക്ക് അവളെ തീരെ ഇഷ്ടമല്ല, എനിക്ക് ജൂക്കിയെ ഇഷ്ടം എന്ന് പറയുമ്പോൾ ജൂക്കിക്ക് എന്നെയാണല്ലോ ഇഷ്ടമെന്ന് സംഘം അവിടെ തിരിച്ചു പറയുന്നുണ്ട്. ഇവനാണെങ്കിൽ എനിക്ക് ഒരു ഇഷ്ടമില്ല എന്ന് പറയുന്ന ടൈമിൽ ഓഹോ അപ്പൊ നീ എന്താ പറയുന്നത്, അവൾ നിന്റെ പിന്നാലെ നടന്നിങ്ങനെ ബുദ്ധിമുട്ടിക്കുകയാണെന്നാണോ, എന്നൊരു കാര്യം ചെയ്യാം, ഞാൻ ഇപ്പൊ തന്നെ നിന്റെ അമ്മയെ വിളിച്ചു പറയാം, അമ്മ എന്തായാലും ഒരു തീരുമാനം അങ്ങ് എടുത്തോളൂ എന്ന് പറഞ്ഞ് ഫോൺ വിളിക്കാൻ നോക്കുമ്പോൾ ഇവൻ തടയുന്നുണ്ട് കേട്ടോ. സംഘാണെങ്കിലും അപ്പൊ നിനക്ക് ഇഷ്ടമാണ് അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഇവൻ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഇഷ്ടമല്ല എന്ന് തന്നെ കിജുൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നീട് ഇവർ പാക്കപ്പ് ഒക്കെ ചെയ്ത് പോകാൻ നോക്കുന്ന ടൈമിൽ ലീഹയുടെ അസിസ്റ്റന്റ് വന്ന് കിജുവിനോട് ലീഹയുടെ വണ്ടിയിൽ കയറാൻ പറയുന്നുണ്ട്, ഇല്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ആ വണ്ടിയിൽ പൊക്കോന്നൊക്കെ സംഘ് പറയുന്നുണ്ട്. പക്ഷെ ഇവൻ സമ്മതിക്കുന്നില്ല. മിന്നാണെങ്കിലും ഈ അസിസ്റ്റന്റും കൂടിയിട്ട് ഇവനെ വലിച്ചുകൊണ്ട് ലീഹയുടെ വണ്ടിയിൽ കയറ്റുന്നുണ്ട്. കിജുവിനാണെങ്കിൽ എടാ ചതിയ എന്നൊക്കെ മിന്നിനെ വിളിക്കുന്നുണ്ട്. ലീഹയാണെങ്കിലും ഞാൻ നിന്നെ കിഡ്നാപ്പ് ചെയ്യാണെന്ന് ആളുകൾ വിചാരിക്കും, ഇങ്ങനെയൊന്നും കാണിക്കേണ്ട എന്ന് പറയുന്നതും നീ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, ഇവരൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എന്ന് ഇവൻ അവിടെ ചോദിക്കുന്നുണ്ട്. ഇവളാണെങ്കിൽ ഈ ബെൽറ്റ് ഇടാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇവനത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജോക്കിയാണെങ്കിൽ നിങ്ങൾ കിജുവിനെ ഒരുപാട് കളിയാക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ സംഘാണെങ്കിലും അത് കൊള്ളാം, അവനെ ഞാനൊരു ടോപ്പ് സ്റ്റാർ ആയ ലീഹയുടെ കൂടെ അറ്റാച്ച് ചെയ്യാനല്ലേ നോക്കുന്നത്, ഇങ്ങനെ ഏതെങ്കിലും കസിൻ ചെയ്യൂ എന്നാണ് അവിടെ തിരിച്ച് ചോദിക്കുന്നത്. അല്ല സാധാരണ നിങ്ങളാണ് ലീഹയുടെ കൂടെ പോകേണ്ടത്, എന്തേ പോയില്ല എന്ന് ചോദിക്കുമ്പോൾ ഇത്രയും സുന്ദരിയായി താൻ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ എന്തിനാ ലീഹയുടെ കൂടെ പോകുന്നത് എന്ന് സംഘ് ചോദിക്കുമ്പോൾ ഇവൾക്കതങ്ങ് ഇഷ്ടമാകുന്നുണ്ട്. പോകുന്ന ടൈമിൽ ഞാൻ ഉറങ്ങാതിരിക്കാൻ നീ ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോൾ അതെങ്ങനെയെന്ന് ചോദിക്കുന്ന ജൂക്കിയോട് കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതായത് എന്നോട് സംസാരിച്ചിരിക്കാം, അതുപോലെ നേരത്തെ ചെയ്ത പോലെ കിസ് ചെയ്യാമെന്ന് പറയുമ്പോഴേക്കും അവിടേക്ക് മിന്നി കയറി വരുന്നുണ്ട്. അങ്ങനെ ഇവർ യാത്ര തിരിക്കുന്നതും ഇതേ ടൈമിൽ കിജുവിന്റെ വണ്ടിയാണെങ്കിൽ ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇവളുടെ അസിസ്റ്റന്റ് ഇവന് ഫുഡ് വാങ്ങി കൊടുക്കുന്നുണ്ട്. കിജുവിനാണെങ്കിലും അവർ രണ്ടുപേരും ഇപ്പോൾ വർത്താനൊക്കെ പറഞ്ഞു പോകുന്നുണ്ടായിരിക്കും എന്ന് പറഞ്ഞ് ഫുഡ് കഴിക്കുന്നതും ലീഹയാണെങ്കിൽ ഇത്രയ്ക്കും ടേസ്റ്റ് ഉണ്ടോ ഫുഡ് എന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. കിജുവിനാണെങ്കിലും കുറേയായി വിചാരിക്കുന്നു എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോൾ ലീഹയാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറയാനായിരിക്കും എന്നൊക്കെ നന്നായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ ഇവനാണെങ്കിൽ എനിക്ക് ഫിഷ് ഫ്രൈ വാങ്ങി തരുമെന്ന് ചോദിക്കുമ്പോൾ ഇവൾക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. എന്നാൽ ഇവൻ പറഞ്ഞതുപോലെ തന്നെ ഫിഷ് ഫ്രൈയും വാങ്ങി ഓടി വരുന്ന ഇവളെ കാണുന്ന ഇവളുടെ അസിസ്റ്റന്റിന്റെ കിളി പോകുന്നുണ്ട് കേട്ടോ. ഇവളാണെങ്കിൽ ഇത് കിജുവിന് കൊടുക്കുന്നതും എൻ്റെ ഒരു ഗതികേട് എന്നൊക്കെ ലീഹ അവിടെ പറയുന്നുണ്ട്. ഇവനാണെങ്കിൽ വേണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വേണ്ട എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഞാൻ തരാൻ പോകുന്നില്ല എന്ന് കിജുൻ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ ഫൈറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് മിന്നാണെങ്കിൽ ആദ്യം ഇവരുടെ സിഇഒനെ കൊണ്ടാക്കുന്നുണ്ട് വീട്ടിൽ. അപ്പൊ ഇവളോട് വരണ്ടെന്ന് പറയുന്നുണ്ട്. ഇവള് നോക്കുന്ന ടൈമിൽ സംഘ് നല്ല ഉറക്കത്തിലായിരിക്കും. ആഹാ ഉറങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ട് നല്ല ഉറക്കത്തിലാണല്ലോ എന്ന് പറഞ്ഞ് ഇവളെ ഡിസ്റ്റർബ് ഒന്നും ചെയ്യുന്നില്ല. ആ ടൈമിൽ ഇവന്റെ കയ്യിലെ ടാറ്റുവും അതുപോലെ ഇവന്റെ നെഞ്ചിലായിട്ട് എന്തോന്ന് എഴുതിയിരിക്കുന്നത് ഇവർ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ വായിക്കാനൊന്നും പറ്റുന്നില്ല. പിന്നീട് ജോക്കി ഇറങ്ങിപ്പോകുന്ന ടൈമിലും ഇവൻ നല്ല ഉറക്കമായിരിക്കും കേട്ടോ. അതായത് ഇവൻ 10 മണിക്കൊക്കെ ഉറങ്ങുന്ന ആളാണ്. ഒരു ട്രാൻസ്ഫോർമേഷൻ ഒക്കെ നടക്കുന്നതാണല്ലോ, ഇതൊന്നും ഇവർക്ക് അറിയത്തില്ല. മിന്നും പിന്നീട് സെക്രട്ടറി യാങ്ങും കൂടിയിട്ട് ഇവനെ വലിച്ചഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്നതും ഇങ്ങനെയുണ്ടോ ഉറക്കം, ആള് കുടിച്ചിട്ട് പോലും ഇല്ല, പിന്നെ എന്തെങ്കിലും എണീക്കാത്തെന്ന് ചോദിക്കുന്ന മിന്നിനോട് അത് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നതാ എന്ന് യാങ് അവിടെ പറയുന്നതും എന്ത് ട്രാൻസ്ഫോർമേഷൻ എന്ന് ചോദിക്കുന്ന മിന്നിനോട് അല്ല അതൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇവനെ അങ്ങ് പറഞ്ഞയക്കുന്നുണ്ട്. അതിനുശേഷം യാങ് ആണെങ്കിലോ അല്ല വീടിൻ്റെ ഉള്ളിൽ കിടക്കണം എന്നില്ലേ എന്ന് ചോദിക്കുന്നതും പിന്നീട് മോർണിംഗിൽ സംഘും യാങ്ങും കൂടി ആ മുറ്റത്ത് ഇങ്ങനെ കിടന്നുറങ്ങുന്നതും ബോധം വരുന്ന സംഘാണെങ്കിൽ ഇതെന്താ ഞാൻ ഇവിടെ കിടന്നുറങ്ങുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിന് പാസ്വേഡ് എനിക്ക് പറഞ്ഞു തന്നിട്ടില്ലല്ലോ എന്നാണ് യാങ് തിരിച്ചു ചോദിക്കുന്നത്. അതിനുശേഷം ആക്സിഡന്റ് നടന്ന അന്നത്തെ കാര്യങ്ങളൊക്കെ ഇവൻ ഓർമ്മ വന്നല്ലോ, അതൊക്കെ തന്നെ ഇവൻ ഇങ്ങനെ നോട്ട് ചെയ്യുന്നതും സ്റ്റെയറിന്റെ അവിടെ വെച്ച് ഇവിടെ പറയുന്നുണ്ട് 1 മണിക്കൂറിനുള്ളിൽ തിരിച്ചു വരാമെന്ന്. എന്നിട്ട് ഇവൻ ആ സ്റ്റെയറിന്റെ അവിടെ നിൽക്കുന്നതും പിന്നീട് എന്തോ ഒന്ന് കണ്ടിട്ട് ഇവൻ നോക്കുന്നുണ്ട്. ആക്ച്വലി അത് കിമ്മിനെ
ഇവനെയും മറ്റേ മരിച്ച ആളേനെ ആയിരിക്കും കേട്ടോ. പക്ഷെ അത് ആരെ നോക്കിയെന്ന് ഇവൻ ഓർമ്മയില്ല. ഇവനവിടെ ചിന്തിക്കുന്നുണ്ട് ഞാൻ ആരെയായിരിക്കും അങ്ങനെ നോക്കിയത് എന്ന്. പിന്നീട് ഇവൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വരുന്നതും ആക്സിഡന്റ് പറ്റിയത് എത്ര ടൈമിലാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ ആണെങ്കിൽ ഒരു 8 മണിയായിട്ടാണെന്ന് പറയുന്നതും അതുപോലെ ഇവൻ ജൂക്കി വെയിറ്റ് ചെയ്ത സ്ഥലത്തല്ല ആക്സിഡന്റ് ഉണ്ടായത്. സോ എന്തുകൊണ്ടാണ് അവിടേക്ക് എത്തിയതെന്നൊക്കെ ഇവൻ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡോക്ടർ ആണെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഓർമ്മ വന്നു എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് ചോദിച്ചതാന്ന് പറഞ്ഞ് അവിടുന്ന് തടി തപ്പുന്നുണ്ട്. പിന്നീട് യാങ് ആണെങ്കിൽ 3 വർഷം മുന്നേ ഇവൻ പോയ സ്ഥലത്തുള്ള എല്ലാ ഷോപ്പുകളും റെസ്റ്റോറൻറ്റും ഒക്കെ പിക്ക് എടുത്ത് കൊടുത്ത് ടേബിളിൽ അങ്ങ് നിരത്തുന്ന ടൈമിൽ ഇത്രയും നീ കളക്ട് ചെയ്തു എന്ന് സംഘം അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ അല്ല എന്താ ഇപ്പം ഇങ്ങനെ തോന്നാൻ, എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ജൂക്കി എനിക്ക് ഓർമ്മ വന്നു എന്ന് പറയുന്ന സംഘ് ആ ആക്സിഡന്റ് പറ്റുന്നതിന്റെ 1 മണിക്കൂർ മുന്നേ ഉള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. പാലസ പറഞ്ഞൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഞാൻ ജൂക്കിയെ വെയിറ്റ് ചെയ്ത് നിന്നതും. പക്ഷേ എന്ന ആക്സിഡന്റ് സംഭവിച്ചത് അവിടെ നിന്നും കുറച്ച് മാറിയിട്ടാണ്. ഞാൻ എന്തിനാ അങ്ങോട്ട് പോയിട്ടുണ്ടായിരിക്കുക? ഒരു പക്ഷേ ആക്സിഡന്റുമായി അതിന് എന്തെങ്കിലും ബന്ധം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇല്ലാതായിരിക്കാം. പക്ഷെ അത് കണ്ടുപിടിക്കണമെന്ന് ഇവൻ പറയുന്നതും പിന്നീട് ഇവനാണെങ്കിൽ ഇവന്റെ ടാറ്റു നോക്കിയിട്ട് ഇതിലേതൊരു പിക്ക് എടുത്ത് നോക്കുന്നതാണ് കാണിക്കുന്നത്. ഇതേ സമയം ജൂക്കിയാണെങ്കിൽ ഒരു വയസ്സത്തിയുടെ റോള് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതും നൻജൂൺ ആണെങ്കിൽ ഇവൾക്ക് വേണ്ടിയിട്ടുള്ള കോസ്റ്റ്യൂംസ് ഒക്കെ സെലക്ട് ചെയ്യുന്നുണ്ട്. ആ ടൈമിൽ ജൂക്കി പറയുന്നുണ്ട് അവൻ എന്നെ ഓർമ്മ വന്നു എന്ന്. ഇത് കേൾക്കുന്ന നൻജൂൺ ആണെങ്കിൽ അപ്പോൾ ആൾ നുണ പറയുകയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ ഓർമ്മ വന്നില്ലേ, അല്ലെങ്കിലും എൻ്റെ അച്ഛൻ എങ്ങനെയാ ഇന്ന് നടന്ന കാര്യമൊന്നും നാളെ ഓർമ്മയുണ്ടാവില്ല എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന നൻജൂൺ ആണെങ്കിൽ അത് കൊള്ളാം, നിന്റെ അച്ഛൻ കുടിച്ചിട്ടാ, സംഘ് കുടിക്കാറുണ്ടോ എന്നാണ് തിരിച്ച് ചോദിക്കുന്നത്. എന്തായാലും ആൾ എന്തൊക്കെയോ മറക്കുന്നുണ്ട്, ഇനിയിപ്പോൾ വല്ല ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ടായിരിക്കും എന്ന് ചിരിച്ചുകൊണ്ട് ചോദിക്കുന്ന ടൈമിൽ ഇവള് ചിന്തിക്കുന്നത് തലേ ദിവസം ഇവന്റെ നെഞ്ചിലായിട്ട് എന്തോ എഴുതിയത് കണ്ടല്ലോ, അതായിരിക്കും. പിന്നീട് സംഘ് വീട്ടിലെത്തുന്ന ടൈമിൽ ഡോറ് തുറക്കാൻ നോക്കുമ്പോൾ ഇവര് നല്ലൊരു തലവേദന വരുന്നതും ഇവൻ യാങ്ങിനെ വിളിച്ച് വീടിന്റെ പാസ്വേഡ് മാറ്റിയല്ലേ, അതെന്താന്ന് ചോദിക്കുമ്പോൾ അത് കൊള്ളാം, നിങ്ങൾ തന്നെയല്ലേ മാറ്റിയത്, മറന്നുപോയോ? അല്ലെങ്കിൽ തന്നെ പാസ്വേഡ് എനിക്ക് അറിയത്തില്ല, അറിയുമായിരുന്നെങ്കിൽ ഇന്നലെ നമ്മൾ പുറത്ത് കിടക്കില്ലായിരുന്നല്ലോ എന്നാണ് യാങ് അവിടെ ചോദിക്കുന്നത്. അപ്പൊ സംഘ് ആണെങ്കിൽ ഒരു ക്ലൂ എങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്നോട് പറഞ്ഞത് ജൂക്കി എന്നാണെന്ന് യാങ് അവിടെ പറയുന്നതും മനസ്സിലായി എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്ന സംഘ് ഗൂഗിളിൽ നോക്കിയിട്ട് ഇവളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു നോക്കുമ്പോൾ അത് തെറ്റായിരിക്കും, ഡോർ ഓപ്പൺ ആകുന്നില്ലേ. ഇവനാണെങ്കിൽ ജൂക്കിയെ വിളിക്കുന്നതും ഗൂഗിളിൽ കൊടുത്തിട്ടുള്ള നിന്റെ ഡീറ്റെയിൽസ് മൊത്തം ഉണ്ടാക്കിയതാണല്ലേ, അതിൽ നിന്റെ സൈസ്, വെയിറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം ചുമ്മാ എഴുതി വെച്ചതാണല്ലേ എന്ന് ചോദിക്കുന്ന സംഘിനോട് ഇയാൾ ഇപ്പൊ എന്തിനാ അത് നോക്കാൻ പോയി എന്ന് ഇവള് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇവനാണെങ്കിൽ എന്റെ ഡോർ ലോക്കായി, നീ ഉടനെ തന്നെ ഇവിടെ വരണം എന്ന് പറയുമ്പോൾ അതിനെന്തിനാ ഞാൻ വരുന്നതെന്നൊക്കെ ഇവള് ചോദിക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ എത്രയും പെട്ടെന്ന് എത്ര എന്ന് പറയുമ്പോൾ എനിക്ക് പ്രാക്ടീസ് ചെയ്യാനുണ്ടെന്ന് ഇവള് പറയുമ്പോൾ അത് നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ, ഞാൻ എന്നെ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ സംഘ് അവിടെ പറയുന്നുണ്ട്. പിന്നീട് സംഘ് ഇവളെ വെയിറ്റ് ചെയ്തിരിക്കുന്നതും ഇവളാണെങ്കിൽ സത്യമായിട്ടും പറയുന്നതാണോ അതോ നുണയാണോ എന്നൊക്കെ ചോദിച്ച് അങ്ങോട്ട് കയറി വരുന്നുണ്ട്. എൻ്റെ ഡോർ ലോക്കായി എന്ന് പറയുമ്പോൾ അപ്പോൾ പിന്നെ എന്നെ വിളിക്കാതെ കാർപ്പൻറ്ററെ വിളിക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്ന ഇവളോട് യാങ്ങിനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ നിന്റെ എന്തോ ഒരു കോഡാ വെച്ചിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞ് ഇവനാണെങ്കിൽ ഇവളുടെ ഫേസ് ID കൊടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ എന്ത് എന്ന് പറഞ്ഞിട്ട് ഇവളുടെ ഫേസ് ആ ക്യാമറയുടെ അടുത്തേക്ക് വെക്കുമ്പോൾ ഇവന് ശരിക്കും ചിരി വരുന്നുണ്ട്. പറ്റുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ എന്നാൽ ചിലപ്പോൾ നിന്റെ പാട്ടായിരിക്കും ഞാൻ ആക്ടിവേഷൻ ആക്കി വെച്ചിട്ടുണ്ടായിരിക്കുക, നീ ഒന്ന് പാടിക്കുകയെന്ന് പറയുമ്പോൾ എന്താ നിങ്ങൾ എന്നെ കളിയാക്കുകയാണോ എന്ന് ഇവള് ചോദിക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ ചിരി വരുന്നുണ്ട്. മാറി നിൽക്കുന്നു പറഞ്ഞ് ഇവൻ കോഡൊക്കെ അടിച്ച് ഉള്ളിലേക്ക് കയറുന്നുണ്ട് കേട്ടോ, ജസ്റ്റ് ഒന്ന് പറ്റിച്ചതാണ്. അപ്പോൾ ഇവളാണെങ്കിൽ എന്നാൽ ശരി ഞാൻ പോവാന്ന് പറയുമ്പോൾ അതെന്താ നീ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്, നിനക്ക് ഇത്ര നാണക്കേട്, അതോ നീ വേറെ വല്ലതും ഉദ്ദേശിക്കുന്നുണ്ടോ, അതൊന്നും നടക്കത്തില്ല എന്ന് പറയുന്ന സംഘിനോട് അയ്യടാ ഞാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് ഇവള് പറയുന്നത്. അപ്പോൾ ഇവനാണെങ്കിൽ ഞാൻ ഇപ്പോൾ വരാൻ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോകുന്ന ടൈമിൽ ഇവളാണെങ്കിൽ സ്ക്രിപ്റ്റ് ഒക്കെ എടുക്കുന്നതും പിന്നീട് ഇവന്റെ സ്റ്റഡി റൂമിലേക്ക് ഇവള് പോകുന്നുണ്ട്. അവിടെ ഇവൻ ഒരുപാട് പിക്കൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, അതൊക്കെ കാണുന്നതും ഇവളുടെ വീടിന്റെ അവിടുത്തെ ഒരു സ്റ്റിക്കും അവിടെ കാണുന്നുണ്ട്. ഡയറി ആണെങ്കിൽ ഒരുപാട് ഇരിക്കുന്നത് കാണുമ്പോൾ ഇങ്ങോർക്ക് ഇങ്ങനെ ഡയറി എഴുതുന്ന സ്വഭാവം ഉണ്ടോ എന്ന് ഇവള് വിചാരിക്കുന്നുണ്ട്. ആ ടൈമിലാണ് 3 വർഷം മുന്നേ ഇവളെ കാത്തു നിൽക്കാന്ന് പറഞ്ഞ സ്ഥലല്ലേ, ആ സ്ഥലത്തിന്റെ ഫോട്ടോ അവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഇത് ഇവള് കാണുന്നതും ശരിക്കും ഞെട്ടുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് വരുന്ന സംഘാണെങ്കിലും നീ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ 3 വർഷം മുന്നേ നമ്മൾ ഒരു സ്ഥലത്ത് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞില്ലേ, അവിടെ ഇപ്പോൾ ഇയാൾ ആക്ച്വലി വെയിറ്റ് ചെയ്തിരുന്നു എന്ന് ഈ ചിത്രവും കാണിച്ചിട്ട് ഇവള് ചോദിക്കുന്നതും സംഘാണെങ്കിൽ വെയിറ്റ് ചെയ്തില്ലല്ലോ അതുകൊണ്ടല്ലേ എനിക്ക് കാണാൻ പറ്റാഞ്ഞത് എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതെന്താ നമുക്ക് കാണാൻ പറ്റാഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ അത് പിന്നെ ഒരു സുന്ദരിയായ പെൺകുട്ടി അതിനെ പോകുന്നത് കണ്ടു, അപ്പോൾ ഞാൻ അവളുടെ പിന്നാലെ പോയി എന്നൊരു തമാശ രീതിയിൽ പറയുമ്പോൾ ഇവൾക്കത് അത്ര തമാശയായി തോന്നുന്നില്ല. ഇവളിങ്ങനെ തുറച്ചു നോക്കുകയാണ്. അപ്പോൾ സംഘാണെങ്കിൽ അതെ എനിക്കൊരു ആക്സിഡന്റ് പറ്റിയിടോ എന്ന് പറയുമ്പോൾ ആക്സിഡന്റോ, എൻ്റെ ആക്സിഡന്റ്, ഞാൻ കാരണമാണത് സംഭവിച്ചതെന്ന് ചോദിക്കുന്ന ജൂക്കിയോട് താൻ കാരണമൊന്നുമല്ല, മാത്രമല്ല ആ കാത്തു നിൽക്കാൻ പറഞ്ഞ പ്ലേസിലല്ല ആക്സിഡന്റ് സംഭവിച്ചു എന്ന് ഇവൻ അവിടെ പറയുന്നുണ്ട്. ജൂക്കി ആണെങ്കിൽ എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ, അതിന് വല്ല ആഫ്റ്റർ എഫക്റ്റ് ഒക്കെ ഉണ്ടായോ എന്നൊക്കെ ചോദിക്കുന്നതും ഇവനാണെങ്കിൽ ആദ്യം ഒന്ന് തലവേദന പോലെ അഭിനയിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാര്യമാക്കിയിട്ട് എടോ എനിക്കൊരു കുഴപ്പമില്ല, താൻ കണ്ടില്ല ഞാൻ ഓക്കെ ആണെന്ന് പറയുന്നതും ഇവളാണെങ്കിൽ എന്നിട്ട് എന്താ എന്നോട് ഇത്രയും കാര്യം ഇത് പറയാൻ എന്ന് ചോദിക്കുമ്പോൾ ദേ ഇതുപോലെ താൻ ടെൻഷൻ അടിക്കും അതുകൊണ്ടാണ് പറയാതിരുന്നത്. അപ്പൊ ജൂക്കി ആണെങ്കിൽ
ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇന്നലെ വരുന്ന വഴിക്ക് ഇയാളുടെ നെഞ്ചിലായിട്ട് എന്തോ എഴുതിയത് ഞാൻ കണ്ടു, അതും ഈ ആക്സിഡന്റുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കുന്ന ജൂക്കിയോട്. അത് കൊള്ളാം, അപ്പൊ ഇന്നലെ താൻ എന്റെ ഷർട്ടിന്റെ ഉള്ളിൽ കൂടെ ഒളിഞ്ഞു നോക്കുകയായിരുന്നില്ലെന്ന് ഇവൻ ചോദിക്കുന്നതും, അയ്യേ അതൊന്നുമല്ല, ഞാൻ ജസ്റ്റ് കണ്ടതെന്ന് പറയുമ്പോൾ ഒരു ബന്ധമില്ല, താൻ എന്തിനിങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, അല്ലെങ്കിൽ തന്നെ താൻ ഇങ്ങോട്ട് വന്നത് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടല്ലേ താൻ വന്നേന്ന് പറഞ്ഞിട്ട് ഇവൻ അവിടെ നിന്നും പോകുന്നുണ്ട്. അല്ല നിങ്ങൾ എന്നെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന ഈ പറയുന്നതെന്ന് ചോദിക്കുന്ന ജൂക്കിയോടെ, എല്ലാ ടെസ്റ്റിലും പാസ്സാകുന്ന എന്നോടാണ് ഇത് ചോദിക്കുന്നതെന്ന് ഇവൻ പറയുന്നുണ്ട്. അപ്പൊ ഇവളാണെങ്കിൽ ടെസ്റ്റ് പോലെയല്ല ഇത് ഡ്രാമയുടെ സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം ചെയ്യാം, മെയിൽ പോർഷൻ ഞാൻ പറയാം, ഫീമെയിൽ പോർഷൻ താൻ പറ, അങ്ങനെ ഹെൽപ്പ് ചെയ്യാലോ എന്ന് പറയുന്നതും ഇവൾ അവിടെ ആ സ്ക്രിപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇവൾ പറയുന്നത്, അതായത് ഡോക്ടർ എന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് ഇനി അതിജീവിക്കാൻ കഴിയില്ല എന്നാണ്, നിങ്ങൾ ഉടനെ തന്നെ മരിക്കും, ഞാൻ എങ്ങനെ ഇത് സഹിക്കും എന്നൊക്കെ പറയുന്നതും ഇവനാണെങ്കിൽ അത് കുഴപ്പമില്ല, എനിക്ക് വലിയ ടെൻഷനൊന്നും ഇല്ല എന്ന് അവിടെ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ജൂക്കിയാണെങ്കിൽ ടെൻഷനൊന്നും ഇല്ലയെന്നോ, ഉടനെ തന്നെ മരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ ചിരിക്കാൻ കഴിയുന്നത്, എങ്ങനെ ഇങ്ങനെ സമാധാനമായിട്ട് ഇരിക്കാൻ കഴിയുന്നത്, ഞാൻ ഒറ്റയ്ക്കായി പോകും, എനിക്ക് മരണത്തെ പേടിയാണെന്നൊക്കെ ഇവൾ പറയുന്ന ടൈമിൽ കറക്റ്റ് ഇവൻ്റെ സാഹചര്യത്തിനനുസരിച്ചിട്ടുള്ള ഡയലോഗാണ് കേട്ടോ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവൻ ആകെ ഒന്ന് സ്റ്റക്കായിട്ടിരിക്കുന്നുണ്ട്. ജനിച്ച ഒരു ദിവസം എല്ലാവരും മരിക്കണം, അതൊരു പ്രകൃതി നിയമമാണ്, അതെനിക്ക് നേരത്തെ സംഭവിക്കുന്നു എന്നേ ഉള്ളൂ, അതിൽ ടെൻഷൻ അടിക്കേണ്ട എന്നൊക്കെ പറയുന്നതും ഇത് കേൾക്കുന്ന ജൂക്കിയാണെങ്കിൽ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സങ്കടം ഉണ്ടാവില്ലേ എന്നെ വിട്ടു പോകുന്നതിന് എന്നവിടെ ചോദിക്കുന്നുണ്ട്. ജീവിതത്തിൽ ഇതുവരെ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നിറവേറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇനി മരിക്കുമ്പോൾ തന്നെ പിരിയുന്നതിൽ എനിക്ക് അത്ര വിഷമമൊന്നും ഉണ്ടാവില്ല, താരതമ്യേന കുറവായിരിക്കും എന്നൊക്കെ പറയുന്നതും ഇവനിങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന ടൈമിൽ ഇവൻ തന്നെ കട്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ, താൻ നന്നായിട്ട് തന്നെ ചെയ്തു എന്ന് പറയുന്നതും പിന്നീട് അല്ല ഇതിലൊരു ഡാൻസ് പെർഫോമൻസ് പറയുന്നുണ്ടല്ലോ, നമുക്കത് പ്രാക്ടീസ് ചെയ്താലോ എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നതും ഇവനാണെങ്കിൽ ഇവിടെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അങ്ങനെ നൈസായിട്ടുള്ള ഒരു ഡാൻസ് ക്ലിപ്പിലൂടെയാണ് കേട്ടോ ഈ സീൻ ഇവിടെ അവസാനിക്കുന്നത്. നെക്സ്റ്റ് സീനിൽ സംഗിന്റെ മറ്റു 3 ആന്റിമാരും കൂടിയിട്ട് കാങ് എന്നൊരു ബിസിനസ്മാനെ കാണാൻ വന്നിരിക്കുകയാണ്. അതായത് നേരത്തെ പറഞ്ഞു കാങ്ങിന്റെ ഒരു മകളുമായിട്ട് സംഗിന് ഒരു ഡേറ്റിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന്, ഒരു ബിസിനസ് പ്രപ്പോസലാണ്. അപ്പൊ ഇവർ തന്നെ പറയുന്നുണ്ട്, നമ്മുടെ മൂത്ത ചേച്ചി ആളിത്തിരി അത്യാഗ്രഹിയാണല്ലേ, അല്ല ഈ പെൺകുട്ടിയെ സംഗിന് വേണ്ടി ആലോചിക്കുന്നത് ഓക്കെ, എന്നാ അത് അട്ടിമറിച്ച് കിജുനിലേക്ക് ആക്കണം എന്ന് പറയുമ്പോൾ ഇത്തിരി ഒരു ഉളുപ്പ് വേണ്ടേ എന്നൊക്കെ ചോദിക്കുന്നതും, ഇനി ചേച്ചി നമുക്കിട്ടെങ്ങാനും ഭാവിയിൽ പാര പണിയൊന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ഇല്ലയെന്ന് ഇവർ തന്നെ പറയുന്നുണ്ട്. അതുപോലെ അല്ല നമ്മൾ ഇത്ര പേരും ഒരുമിച്ച് നിന്നിട്ട് സംഗിനെതിരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലാലേ, അവൻ നല്ല സ്ട്രോങ് ആണല്ലേ എന്നൊക്കെ പറയുന്നതും കാങ്ങിന്റെ വൈഫ് അങ്ങോട്ട് വരുന്ന ടൈമിൽ ഇവര് ആ സുഖയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ ഇങ്ങനെ ഒരു പ്രപ്പോസലിന് വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറയുമ്പോൾ ഈ ലേഡിയാണെങ്കിൽ അതൊക്കെ ഓക്കെ, സംഘം നല്ല ആൾ തന്നെയാണ്, ഞാൻ ഒരുപാട് അന്വേഷിച്ചിട്ടുണ്ട്, പക്ഷേ ഈ ഇടയ്ക്ക് ഞാനൊരു റൂമർ കേട്ടു ആൾക്ക് മറ്റൊരു പെൺകുട്ടിയായിട്ട് ഒരു ഡേറ്റിംഗ് എന്തോ ഉണ്ടെന്ന്, അത് സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവർ 3 പേരും ഷോക്കാവുന്നുണ്ട്. പിന്നീട് ഇവരിത് മൂത്ത സഹോദരിയായ ചെറുവുമണ്ണെ അറിയിക്കുന്നതും, എന്ത് സംഘം ഒരു പെൺകുട്ടിയായിട്ട് ഡേറ്റിംഗ് ആണെന്നോ, അത് ആരായെന്ന് ചോദിക്കുമ്പോൾ ഇവരാണെങ്കിൽ അതിലും പ്രശ്നം എന്താണെന്നറിയ ചേച്ചി, സംഘവും കിജുവിനും പ്രേമിക്കുന്നതും ഒരു പെൺകുട്ടിയെ തന്നെയാണെന്ന് പറയുമ്പോൾ ചെറുവുമണ്ണും ശരിക്കും ഷോക്കാകുന്നുണ്ട് കേട്ടോ. എന്താ നിങ്ങൾ ഈ പറയുന്നതെന്ന് ചോദിക്കുന്ന ഈ ചേച്ചിയോട് ഇവർ പറയുന്നുണ്ട്, അതായത് ചേച്ചി ബിസിനസ് ട്രിപ്പിലായതുകൊണ്ടാണ് അറിയാഞ്ഞത്, ഈ ഇടയ്ക്ക് സംഘം ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുത്തിരുന്നു, അത് അത്യാവശ്യം ട്രെൻഡിങ് ഒക്കെ ആയിരുന്നു, സംഘം ആ പെൺകുട്ടിയായിട്ട് അങ്ങനെയാണ് പരിചയപ്പെട്ടതെങ്കിൽ കിജുവിന് ഓടുബോൾ പാർട്ടിക്ക് പോയിട്ടാണ് പരിചയപ്പെട്ടത്, അവരൊരു ദിവസം ഒരുമിച്ചുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നതും, അതായത് ഇവർ ജൂക്കിയെ പറ്റിയിട്ടല്ല കേട്ടോ ലീഹയെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് എവിടെയോ സംഭവിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ സംഗിന് വേണ്ടിയിട്ടോ കിജുവിന് വേണ്ടിയിട്ടോ ആ പെൺകുട്ടി ആലോചിച്ചു എന്ന് തന്നെ വിചാരിക്കുക, ആ പെൺകുട്ടി ഇവർ കാരണം ഗർഭിണിയായിട്ടുണ്ടെങ്കിൽ ആരുടെ പേരാ വിളിച്ചു പറയാന്ന് പറ്റത്തില്ലല്ലോ, അങ്ങനെ എങ്ങാനും സംഭവിച്ചു കഴിഞ്ഞാൽ കാങ്ങിന്റെ ഫാമിലി അറിയാലോ, നമ്മളെല്ലാവരും കുടുങ്ങും, ഇനിയിപ്പോ എന്താ ചെയ്യുക, ആകെ പൊല്ലാപ്പായല്ലോ എന്നൊക്കെ പറയുന്ന ടൈമിൽ ചെറുവുമൺ ഇവരുടെ 3 പേരോട് ആ പെൺകുട്ടിയെ മീറ്റ് ചെയ്യാനാണ് പറയുന്നത്. നെക്സ്റ്റ് സീനില് ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് ദേഷ്യത്തിൽ വരുന്ന കിം ആണെങ്കിൽ ലീഹയുടെ അസിസ്റ്റന്റ് ബോയ്ക്കിട്ട് ഒന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ ലീഹയ്ക്ക് ദേഷ്യം വരുന്നതും കിം ആണെങ്കിൽ അവിടെ ചോദിക്കുന്നുണ്ട്, കഴിഞ്ഞ ദിവസം കിജുവിന്റെ അടുത്തേക്ക് പോയില്ലേ, അപ്പോൾ അത് എവിടേക്കാ പോയെന്ന് അറിയില്ല, അതെങ്ങോട്ടാ പോയെന്നും, അതുപോലെ ഓടുബോൾ പാർട്ടിക്ക് ആരോട് ചോദിച്ചിട്ടാ പോയത്, ഈ 2 സ്ഥലത്തും ആ സുൻവോ ഗ്രൂപ്പിലെ സംഘം ഉണ്ടായിട്ടുണ്ടായിരിക്കും, അവനായിട്ടല്ലേ ഇപ്പൊ എല്ലാം ചുറ്റുക്കളി എന്നൊക്കെ പറയുന്നതും ഇത് കേൾക്കുന്ന ലീഹയ്ക്ക്, അല്ല ഞാൻ ആരുടെ കൂടെ പോയാലും അത് നിങ്ങളോട് പറയണമെന്നുണ്ടോ, നിങ്ങൾ എന്റെ ആരെന്നൊക്കെ ചോദിച്ച് ചൂടാകുന്നതും, നിനക്കൊരു നാണമില്ലേ, ആ ഒരു ഇന്റർവ്യൂ കാരണം എന്തൊക്കെ കളിയാക്കലുകളാണ് നിനക്ക് കേട്ടത്, അത് മാത്രമല്ല ഒരുപാട് കോൺട്രാക്ട് ക്യാൻസൽ ചെയ്തു പോയി, അതിനൊക്കെ കാരണം അവനല്ലെന്ന് ചോദിക്കുമ്പോൾ, അതെ എനിക്കതൊന്നും വിഷയമല്ല, അല്ലെങ്കിൽ തന്നെ കുറച്ച് കോൺട്രാക്ട് പോയതിനാണ് ഇങ്ങനെ ചൂടാകുന്നത്, എനിക്കതൊന്നും വിഷയമല്ല, എൻ്റെ അച്ഛൻ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബിസിനസ് മാൻ ആണെന്നൊക്കെ പറയുന്നതും, ഓഹോ വലിയ ഫാമിലിയിൽ നിന്ന് വന്നു വിചാരിച്ചിട്ട് അത്ര വലിയ അഹങ്കാരമൊന്നും വേണ്ട, ഈ ഫീൽഡ് അറിയാലോ, നന്നായി തന്നെ പിടിച്ചു നിൽക്കണം, ഡേറ്റിംഗ് ചെയ്യാൻ എല്ലാവർക്കും കഴിയും, പക്ഷെ നീ എന്താ ചെയ്യേണ്ടത്, എല്ലാ ആൺകുട്ടികൾക്കും നിന്നോടൊരു ക്രഷ് തോന്നണം, അവർക്കൊക്കെ നിന്നെ ഡേറ്റ്
ഡേറ്റ് ചെയ്യാൻ തോന്നണം. അങ്ങനെ ഒരു ഫീലാണ് ചെയ്യിപ്പിക്കേണ്ടത്. അല്ലാതെ ഈ ഡേറ്റിങ്ങിലൊക്കെ പോയി കുടുങ്ങല വേണ്ടത്. അറിയാലോ ജൂക്കിയുടെ കാര്യം. ഒരൊറ്റ നിമിഷം കൊണ്ട് മുകളിൽ നിന്ന് താഴത്തേക്ക് നിലം പതിക്കാൻ അധികം ടൈമൊന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞ് ഒരുമാതിരി ഭീഷണിപ്പെടുത്തിയിട്ടാണ് കേട്ടോ കിം അവിടെ നിന്ന് പോകുന്നത്. ഇവൾക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ഇവൾ നോക്കുന്ന ടൈമിൽ നഞ്ജുനും ആ സ്റ്റാഫൊക്കെ കൂടിയിട്ട് ആ അസിസ്റ്റന്റ് ബോയ്ക്ക് ബാൻഡേജ് ഒക്കെ വെച്ച് കൊടുക്കുന്നതും ഇവർ നല്ല ഹാപ്പി ആയിട്ട് സംസാരിക്കുന്നതൊക്കെ കാണുന്നുണ്ട്. ഇവളാണെങ്കിലോ ആലോചിക്കുന്നത് ജൂക്കി കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ എന്താണോ നമുക്കുള്ളത് അതിൽ ഹാപ്പി ആയിരിക്കണമെന്ന്. ആ കാര്യമൊക്കെ ആലോചിക്കുന്ന ഇവളാണെങ്കിൽ കിജുവിനെ വിളിച്ചാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ വിളിക്കുന്നില്ല. ആ ടൈമിൽ തന്നെ ഇവൾക്കൊരു കോള് വരുന്നുണ്ട്. ഇതേ ടൈമിൽ അമ്മയുടെ അടുത്തേക്ക് എത്തുന്ന കിജുവിനാണെങ്കിൽ എന്തിനെന്നെ വിളിച്ചെന്ന് ചോദിക്കുമ്പോൾ ചെറുവുമൺ ആണെങ്കിൽ കയ്യിൽ കിട്ടിയ സാധനമൊക്കെ എടുത്ത് ഇവനെ എറിയുന്നുണ്ട്. എന്താ അമ്മേ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് നിന്റെ കസിൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ മാത്രമേ സ്നേഹിക്കാൻ കിട്ടിയുള്ളൂ, നാണോ ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവൻ ജൂക്കിയാണെന്ന് വിചാരിച്ച് അതിന് ആ പെൺകുട്ടിയെ ആദ്യം ഇഷ്ടം തോന്നിയത് എനിക്കാണെന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പൊ അമ്മയാണെങ്കിൽ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, TN ഗ്രൂപ്പിൽ ചെറിയ മകളുമായിട്ട് നിന്റെ വിവാഹം ഉറപ്പിക്കാൻ പോവുക, നീ എന്തായാലും അവളെ മീറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ അയ്യോ ആ പെൺകുട്ടിക്ക് എന്നെ ഇഷ്ടമല്ല, അവൾക്ക് സംഗിനെയാണ് ഇഷ്ടം എന്നവിടെ പറയുന്നുണ്ട്. അപ്പം അമ്മയാണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല, നീ അങ്ങ് സെറ്റാക്കിയാൽ മതി എന്ന് പറയുന്നതും നിന്റെ ആൻറ്റിമാര് നീ ഇഷ്ടമുള്ള പെൺകുട്ടിയില്ലേ അവളെ കാണാൻ പോയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആര് എൻ്റെ ആൻറ്റിമാരോ ബെസ്റ്റ്, അവർ 3 പേരും പോയി കഴിഞ്ഞാൽ പിന്നെ അവള് ബാക്കി ഉണ്ടാവില്ല, ഇതെന്താ ടെററിസ്റ്റ് ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ ചൂടാകുന്നതും അമ്മയാണെങ്കിൽ ടാബിലെ ലീഹയുടെ ഫോട്ടോസ് നോക്കിയിട്ട് എന്നാലും നിങ്ങൾക്ക് 2 പേർക്കും വേറെ ആരെയും കിട്ടിയില്ലേ, 2 പേരുടെയും ടേസ്റ്റ് തീരെ ശരിയല്ല എന്ന് പറയുമ്പോൾ എത്തി നോക്കുന്ന കിജുവിനാണെങ്കിൽ കാണുന്നത് ലീഹയുടെ പിക്കായിരിക്കും കേട്ടോ. ഇവളെ കാണാനാണോ ആന്റിമാര് പോയിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് അമ്മ പറയുന്നുണ്ട്. അടിപൊളി എന്ന് ഇവൻ പറയുന്നതും അമ്മയാണെങ്കിൽ കൺഫ്യൂസ് ആയിട്ട് ഇവനെ നോക്കുന്നുണ്ട്.